ഹായ് ഫ്രണ്ട്സ്, ഞാൻ Drkhaleelshamras. എനിക്ക് ഏറ്റവും കൂടുതൽ തെറി കേൾക്കേണ്ടി വന്ന ഒരു പോസ്റ്റ്, ഒരുപക്ഷെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള എൻ്റെ എൻട്രി പോലും ഉണ്ടായിട്ടുള്ളൊരു പോസ്റ്റ്. അതിനെക്കുറിച്ച് ഒരുപാട് പേർ സംശയങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും റിപ്ലൈ വരുന്നു. ഈ അടുത്ത കാലത്ത് ശക്തമായിട്ടുള്ളൊരു തെറി അതിൻ്റെ പേരിൽ എനിക്ക് ലഭിച്ചു. പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ മാന്യനായിട്ട് സോഷ്യലിൽ വിരയിക്കുന്നൊരു വ്യക്തിയാണ്. അതാണ് മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നന്മ നിറഞ്ഞ ഭാഷയിലൂടെ പ്രതികരിക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിളിനെ പോലും മറന്ന് അന്ധമായിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി പ്രതികരിക്കുമ്പോൾ നമ്മൾ റിയലായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ പോലും അവിടെ ശക്തമായിട്ട് പരിഹസിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. ഞാൻ ഒരിക്കലും ഈ മറിയം പൂവ് എന്ന് പറയുന്ന ഈ പൂവിന് ഫലമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് ഫലമുണ്ട്. ആ ഫലം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു അപകടാവസ്ഥ ഉണ്ടാക്കിയേക്കാം, ചിലപ്പോൾ ഉണ്ടാക്കാതിരുന്നേക്കാം. പല ഗൈനക്കോളജിസ്റ്റുകളുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പലർക്കും പല ഒപ്പീനിയൻസാണുള്ളത്. പലരോടും ഈ വിഷയത്തിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ആർക്കും ഇതൊരു വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ പലർക്കും അതുമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ് ഞാൻ കണ്ടതുകൊണ്ട് തന്നെ പല ഗൈനക്കോളജിസ്റ്റുകൾ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല, അതങ്ങ് കഴിച്ചോട്ടെ, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, അത് കഴിച്ചെന്ന് വെച്ചിട്ടോ കഴിക്കാത്തതോ സ്വാധീനിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്, തീർച്ചയായിട്ടും അതിന് ഫലമുണ്ട്, ആ ഫലം പ്രസവത്തിനെ ബാധിക്കും, അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ ഇൻഫോം ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് മറ്റൊരു ഗൈനക്കോളജിസ്റ്റിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് അതിന് ഫലമുണ്ട്, ആ ഫലം ഒരു പക്ഷേ ഇതുകൊണ്ട് അപകടാവസ്ഥകൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ്. ഭൂരിഭാഗം പേര് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, അത് കൊടുത്തു കഴിഞ്ഞു എന്ന് വെച്ചിട്ട് അതിന് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ഇല്ല, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല, അത് ഫോളോ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ്. എന്താണ് ഈ മറിയം പൂവ്? ഇതിനൊരു വിശ്വാസത്തിൻ്റെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമുക്കറിയാം, ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെടും തൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിലുള്ള വിശ്വാസവും ആ ദൈവത്തെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും വന്നു എന്നുള്ളതാണ്. അതിൽ ഒരു അന്ത്യപ്രവാചകനും ആദ്യപ്രവാചകനുമുണ്ട്. അതിനിടയിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അറിയില്ല, ഇത് ഭാരതനാട്ടിൽ ജനിച്ച പ്രവാചകന്മാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാം മതത്തിൽ അതിൻ്റെ നിയമാനുഷ്ഠാനമായിട്ട് ഒരു മതത്തെയും വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാത്തതും. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കത്തിയെരിയുന്ന ഈശോ എന്ന് പറയുന്നൊരു വിവാദം, അതിലൊന്നും ഇസ്ലാം മതത്തിൽ ഒരാൾക്ക് പോലും വിമർശിക്കാൻ പറ്റില്ല. കാരണം എന്താ? കാരണം ഈശോ എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ഏറ്റവും മുഹമ്മദ് നബിയെ പോലെ തന്നെ ആദരിക്കപ്പെടേണ്ട ഒരു പ്രവാചകനാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു വിഷയവും. ഈ ഒരു മുഹമ്മദ് നബി എന്നറിയപ്പെടുന്ന ഈ അന്ത്യപ്രവാചകന് മുമ്പ് വന്ന മറ്റൊരു പ്രവാചകനാണ് ഈസാ നബി എന്നറിയപ്പെടുന്നത്. ഈസാ നബി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് മറ്റൊന്ന് ഓടിയുണ്ടാവും, ഈശോ എന്നുള്ള പേര്. ഈശോ എന്നാണ് ക്രിസ്ത്യാനികൾ മലയാളത്തിൽ ഈ ഈസാ നബിയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈസാ നബിയെ മറ്റൊരു ഇംഗ്ലീഷിൽ പറയുന്ന പേര് ജീസസ് എന്നാണ്. ഈ പ്രവാചകനായിട്ടുള്ള ഈസാ നബി ജനിച്ചപ്പം ഖുർആൻ ഈ ജനനത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഖുർആനിൽ പ്രതിപാദിച്ച ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു മാതാവായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈസാ നബിയെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ജനിക്കാൻ കാരണമായ മാതാവിനെ കുറിച്ചാണ്. മറിയം എന്നാണ് മുസ്ലിങ്ങൾ ആ പേരിൽ പറയുന്നത്. ക്രിസ്ത്യൻസ് വിശേഷിപ്പിക്കുന്ന പേര് മേരി എന്നാണ്. അതുകൊണ്ട് ഇതിന് മേരി ഫ്ലവർ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അതിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഈ മറിയം ബീവി എന്നാണ് പറയുക. ബീവി എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രിയാണ്, ഒരു ആദരവിൻ്റെ രൂപത്തിൽ കൊടുക്കുന്ന ഒരു ഡിഗ്രിയാണ് ബീവി എന്നുള്ളത്. ആ മറിയം ബീവി ഈ യേശു ക്രിസ്തു എന്നറിയപ്പെടുന്ന ഈസാ നബിക്ക് ജന്മം കൊടുത്ത സമയത്ത് ആ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് കഴിച്ച ഒരു സസ്യവിഭവമാണ് ഈ മറിയം പൂവ് എന്നറിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മറിയം പൂവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് മറ്റൊരു കാരണം കൊണ്ട് മുസ്ലിം വിശ്വാസം അനുസരിച്ച് ഈ ഈസാ നബിയെ പിറക്കുന്നതിന് കാരണമായിട്ടൊരു പുരുഷൻ ഇല്ല എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ഒരു നിമിത്തം മൂലം അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളൊരു വിധി ഉണ്ടാവുകയും അതിനനുസരിച്ച് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. ഓക്കെ, ആരെയും വേദനിപ്പിക്കാനോ നോവിക്കാനോ വേണ്ടി പറയുന്നതല്ല, ഞാൻ അറിഞ്ഞ ചരിത്രം. ഇതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് ഇതിൻ്റെ അടിയിൽ കമൻറ്റുകളായിട്ട് ഇടുക. എനിക്കും സ്വാഭാവികമായിട്ട് തെറ്റുകൾ വന്നു പോകാം. അനസ്റ്റേറ്റിക്ക ഹീറോചൂണ്ടിക്ക എന്നറിയപ്പെടുന്ന ഒരു സ്പീഷീസിൽപ്പെട്ട അനസ്റ്റേറ്റിക്ക എന്നറിയപ്പെടുന്ന ഒരു മോണോടൈപ്പിക് ജീനസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണിത്. നിങ്ങളതിൻ്റെ ഫോട്ടോ ഒക്കെ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. ഒരു വേര് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ നല്ല കളർ, നല്ല രസകരമായ രീതിയിലുള്ളൊരു വേര്
അതിനുള്ളിൽ ചെറിയ കായ്കൾ എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണുക. ഇതാണ് ഇന്ന് പലരും ഇതിനെ ഒരു വാണിജ്യാടിസ്ഥാനത്തിലായിട്ട് ഉപയോഗപ്പെടുത്തുന്നതും ഇത് തന്നെയാണ്. ഇനി ഇതിന് നമ്മൾ ആയുർവേദവുമായിട്ട് കണക്ട് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ആയുർവേദത്തിലും ട്രഡീഷണലി മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള പഠനത്തിലൂടെ ലഭിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇനിയും കൂടുതൽ ലിറ്ററേച്ചറൊന്നും ഈ ഒരു ചെടിയെക്കുറിച്ച് നമുക്ക് ഇൻ്റർനെറ്റിലൊന്നും ലഭ്യമല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കഴിഞ്ഞാൽ ഇതിലെ ഫലത്തെക്കുറിച്ച് റിസർച്ച് നടന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാനിൽ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയ ചില റിസർച്ചുകൾ എനിക്ക് അതിൽ ഇൻ്റർനെറ്റിലൂടെ കിട്ടാൻ പറ്റി. ഇതിൽ ഒമാനിൽ കണ്ട റിസൾട്ട് എനിക്ക് വളരെ ഒരു എന്താ പറയുക നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണ്. ഒന്നാമത്തെ ഒമാനിലാണ് ഷെയർ ചെയ്യുന്നത്. ഇതിന് പ്രസവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മൈനറായിട്ടുള്ളൊരു ബന്ധം മാത്രം ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രസവം എന്ന് പറഞ്ഞാൽ പ്രസവത്തെ പെട്ടെന്ന് തന്നെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി അല്ലേ അതിൻ്റെ സങ്കോചത്തിനും വികാസത്തിനും വേണ്ടിയിട്ട് പലതരം യൂട്രോടോണിക് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇതും ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി വേഗത്തിലാവാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ഇതിന് കുറച്ച് പാർശ്വഫലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഒമാൻ സ്റ്റഡി കാണിക്കുന്നത്. പിന്നീട് തുർക്കിയിൽ നടന്ന സ്റ്റഡി എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അത് നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങേണ്ട ഒന്നാണ്. അതിന് ഞാൻ മെനക്കെട്ടിട്ടില്ല. ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. മറ്റെല്ലാ ചെടികൾക്കും ഉള്ളതുപോലെ തന്നെ ചില വൈറ്റമിൻസും മിനറൽസ് കൊണ്ട് സമ്പന്നമാണെന്ന് വെച്ചാൽ അത്ര സമ്പന്നമൊന്നും അല്ല എന്നാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മറിയം പൂവ് തന്നെ പല രീതിയിലാണ് ഉപയോഗിച്ചു വരുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ചിലർ പറയുന്നത് വെച്ചാൽ സ്ത്രീയുടെ പ്രസവം വികസിക്കാൻ വരുന്ന സമയത്ത്, ഗർഭം അടുത്ത് വരുന്ന സമയത്ത് ഈ പൂവ് നിലത്ത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങ് വികസിച്ച് വരും എന്നാണ്. അപ്പം എന്ത് ചെയ്ത് വികസിച്ചുകൊണ്ടിരിക്കുമ്പം ഈ സ്ത്രീകൾ വിചാരിക്കുകയാണ് എൻ്റെ പ്രസവം വരാനായി എന്ന്. അപ്പം സിസേറിയനൊക്കെ സാധ്യതയുള്ള പ്രസവങ്ങൾ എന്താവും? ഇവർ വിചാരിക്കുകയാണ് ഇത് പ്രസവം വരാനായി, ഈ ഡോക്ടർമാർ വെറുതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിന് മുതിരാതെ അവർ വേറൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ മാറിപ്പോവാനും ചാടിപ്പോവാനൊക്കെ ഉള്ള ഒരു സാധ്യത ചിലയിടങ്ങളിൽ നിന്നെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് വികസിച്ച് വരുന്നത് നിരീക്ഷിക്കുന്നത് കൊണ്ടോ ഇത് വികസിക്കുമ്പോൾ ഗർഭം വരുന്നു എന്ന് സന്തോഷിക്കുന്നത് കൊണ്ടൊന്നും തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഞാൻ വിമർശിക്കാൻ ഞാൻ ആരുമല്ല. കാരണം വെദർ യു ബിലീവ് യു ആർ റൈറ്റ്, വെദർ ബിലീവ് യു ആർ നോട്ട് റൈറ്റ്, എനിവേ യു ആർ റൈറ്റ് എന്നാണ്. നിങ്ങൾ അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാലും ഫലിക്കില്ല എന്ന് വിശ്വസിച്ചാലും രണ്ടും ശരിയാണ്. അതൊക്കെ വിശ്വാസങ്ങൾ ഇന്ന് മനുഷ്യനിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അതിനൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അത് അവനെ രക്ഷപ്പെടുത്തുമെങ്കിൽ അവൻ രക്ഷപ്പെടുത്തട്ടെ. പക്ഷെ അത് അവൻ അപകടത്തിൽ ചാടിക്കുന്നുണ്ടെങ്കിൽ ചിലവരൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അത് ഞാൻ പറഞ്ഞ യൂട്രോടോണിക് ആയിട്ടുള്ള പല മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് അതിന് കൂടുതൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാനും അതുകൊണ്ട് നമ്മൾ നോർമൽ സമയത്തുള്ളൊരു പ്രസവം ഉണ്ടാവുന്നതിന് പകരം അത് വേഗത്തിലാക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം. എനിക്ക് ഗർഭിണികളായ സ്ത്രീകളോട് പറയാനുള്ളത്, ഇതിന് പ്രത്യേകിച്ചൊരു ഫലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു റോളൊന്നും ഇതിനില്ല. ഇനി എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോടോ സിസ്റ്റർമാരോടോ പറയണത് മറച്ചു വെക്കാൻ പാടില്ല. ഓക്കെ, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതിന് പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ വാല്യൂ എന്നുള്ളതായിട്ട് എനിക്ക് ആരോടും ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇത് പണ്ടത്തെ ആയുർവേദത്തിലും അതുപോലെ തന്നെ പിന്നീട് പല നാടുകളിലും ആ നാടുകളിലുള്ളത് കൊണ്ട് ചില മൾട്ടി വൈറ്റമിൻസ് ഒക്കെ കിട്ടാനുള്ള സ്രോതസ്സുകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള, മിനറൽസ് കിട്ടാനും വേണ്ടിയിട്ടുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലേറെ നല്ല ഫലപുഷ്ടമായിട്ടുള്ള മൾട്ടി വിറ്റമിൻസ് മിനറൽസൊക്കെ കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നമുക്കിടയിൽ തന്നെ ലഭ്യമാണ്. അതൊന്നും ഒളിച്ചിരുന്ന് ചെയ്യേണ്ട കാര്യമല്ല. പബ്ലിക്കായിട്ട് അവരോട് പറയാം, ഞാൻ ഈ മറിയം പൂവ് കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്, ഇത്ര ഡോസ് കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാം. എന്നിട്ട് അവരെ അന്വേഷിച്ചോട്ടെ ഇതുകൊണ്ട് എന്തെങ്കിലും ഫലങ്ങൾ വരുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നത്. കാരണം നമ്മളറിയണം, പ്രസവ സമയത്ത് പല ചെടികളുടെ വേരുകളും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ പ്രസവത്തിൽ നടക്കുന്ന ഓരോ പ്രോസസ്സിനെയും അത് ബാധിക്കുന്നത് കൊണ്ടാണ്, കുട്ടിയുടെ ജനനത്തെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് പലതും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് കൊണ്ടാണ്.
ഓക്കെ. മറിയം പൂവിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് അന്വേഷിക്കാറുണ്ട്. ഇനിയും എന്തെങ്കിലും പുതിയ അറിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. മുമ്പത്തെ ഞാൻ വീഡിയോ 3 വർഷം മുമ്പാണ് ഇട്ടത്. ഇന്നലെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻസ് പലരും പലതുമായിട്ട് ചോദിച്ചത്. ഞാൻ അതിൻ്റെ ഒരു ശാസ്ത്രീയപരമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ ഞാൻ അത് നിരീക്ഷിച്ചിട്ടുള്ളൂ. ഓക്കെ. ഒരു മതത്തെയോ ഒരു മതവികാരത്തെയോ വ്രണപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞാനും ഒരു മതവിശ്വാസി തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ വിശ്വാസം ഒരിക്കലും മറ്റുള്ളൊരു വിശ്വാസത്തെ വിമർശിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസവുമല്ല. തീർച്ചയായിട്ടും ഇത്തരം അപ്ഡേറ്റുകൾസായിട്ട് നിങ്ങൾ വീണ്ടും ഈ ഒരു ചാനൽ നിങ്ങൾ ട്യൂൺ ചെയ്ത് വെക്കുക. ബൈ.